ചില ആൾക്കാർ ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർക്ക് എന്നെ അറിയില്ലായിരിക്കാം. എൻ്റെ പേര് രാജ് നായർ എന്ന് കൂടെയുണ്ട്. ഞാൻ എന്നെപ്പറ്റി തന്നെ പറയുക എന്ന് പറയുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു കടമയാണ്. ഇവിടെ വിളിച്ചു ക്ഷണിച്ചിരിക്കുന്നു, പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങിയത് എൻ്റെ സാഹിത്യ ജീവിതം തുടങ്ങിയത് 10 വയസ്സിൽ ഒരു കവിത എഴുതി പോയിക്കൊണ്ടാണ്. ഒരു കവിത എഴുതിപ്പോയി, വേറെ നിവൃത്തിയില്ലായിരുന്നു. അന്നെനിക്ക് എൻ്റെ വീട്ടിൽ ഒരു കാരണവർ, വിശ്വസാഹിത്യത്തിലെ ഒരു കാരണവരുണ്ട് എന്നറിയില്ലായിരുന്നു സത്യമായിട്ട്. ഞാൻ പറയുന്നത് എന്നെപ്പറ്റി തന്നെ പറയുന്നതുകൊണ്ട് പറയട്ടെ. തകഴി ശിവശങ്കരപ്പിള്ള എന്ന മഹത് വ്യക്തിത്വത്തെ പറ്റിയാണ്. അദ്ദേഹം എൻ്റെ അമ്മയുടെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിലുള്ളത് അറിയാതെയാണ് ഞാൻ 10 വയസ്സിലൊരു കവിത എഴുതിപ്പോയത്. അത് കറങ്ങിത്തിരിഞ്ഞത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1979 ഞാൻ എൻ്റെ ആദ്യത്തെ കഥ എഴുതുന്നത്. പക്ഷെ ഒരു കാര്യം അറിയണം, അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി വീട്ടിൽ വലിയൊരു കഥ എഴുത്തുകാരനുണ്ട്. എന്നുവെച്ചാൽ തകഴിയിൽ ഞങ്ങൾക്ക് എൻ്റെ അപ്പൂപ്പൻ വെറും ഒരു കർഷകൻ മാത്രമാണ്. അദ്ദേഹം മരിക്കുന്നത് വരെ ഒരു അപ്പൂപ്പൻ, അച്ഛൻ, കർഷകൻ. പത്രക്കാരും അവാർഡുകളും ഒക്കെ കിട്ടുമ്പോഴാണ് അദ്ദേഹം തകഴിയാവുന്നത്. പക്ഷേ ആ കഥ എഴുതി ആ കഥ ഒളിച്ചു വെക്കേണ്ടി വന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്കൊരു ഈ പൊയ്മുഖം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. അത് ഇന്നും തുടരുന്നു. ഇപ്പം നാളെ എൻ്റെ വിയോഗം മലയാളം അറിയിപ്പിക്കുന്നതും തകഴിയുടെ കൊച്ചുമകൻ അന്തരിച്ചു എന്നായിരിക്കണം. അപ്പോൾ അതൊരു എൻ്റെ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ഷാഡോ ആണ്. ഷാഡോ എന്ന് പറഞ്ഞാൽ വെറും പകൽ സൂര്യനിൽ നിന്നുണ്ടാകുന്നൊരു ഷാഡോ അല്ല, രാത്രിയിൽ നിലാവ് നൽകുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു ഷാഡോ. ആ ഷാഡോയിൽ കൂടി നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിലെ തന്നെ ഞാൻ ആ ഒരു ഡിവിഷൻ, ഒരു വകഭേദം, ഒരു മാറി നടക്കുക എന്നുള്ളത് ഉണ്ടായി. അതൊരു നാച്ചുറൽ പ്രോഗ്രഷനാണ് എൻ്റെ രൂപം തന്നെ. പക്ഷേ എനിക്കും ഉണ്ടൊരു വളവ്. എൻ്റെ പല ശരീരഭാഗങ്ങളും അദ്ദേഹത്തെ പോലെയാണ്, എനിക്കറിയാം. പക്ഷേ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആയിപ്പോവും. അത് ഭാഷയുടെ ഒരു കുഴപ്പം. ഞാൻ കഴിവതും മാറി നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റി. ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പൂപ്പിനെ പറ്റി പറയുന്നതിൽ സന്തോഷമുള്ള ഒരാളാണ്. ഈ മുറ്റത്തൂടെ 12 വയസ്സിൽ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. ഈ അക്കാഡമിയുടെ നടുക്കത്തെ കെട്ടിടത്തിന് ഇടത്തും വലത്തുമുള്ള കെട്ടിടങ്ങൾ പണിയുന്ന കല്ലിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലൊരു വീടുണ്ടായിരുന്നു, അത് പൊളിച്ചു പോയി. ആ വീട്ടിലാണ് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ താമസിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് ഒത്തിരി കഥ പറയാനുണ്ട്. ഈ കെട്ടിടമൊന്നും അന്നില്ല. അതൊക്കെ എരിഞ്ഞടങ്ങലിനപ്പുറം എന്ന ഒരു പുസ്തകം അടുത്ത് തന്നെ വരുന്നുണ്ട്. അതിൽ ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഞാനപ്പോൾ കവിയായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കവിത ചൊല്ലാം. കവിത വൃത്തത്തിൽ എഴുതിയ ഒരു കവിതയൊന്നുമല്ല. കഴിഞ്ഞ വർഷം ഭാഷാഭൂഷണിയിൽ വന്ന ഒരു കവിതയാണ്. ഒരു കവിത പാടുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങളത് കേൾക്കുമ്പം എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നതിൽ അപ്പുറം എൻ്റെ ഭാഷ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ വേദനയും ഗ്രീവൻസസ്, സങ്കടം എല്ലാം അക്ഷരത്തിൽ കൂടി കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. കവിതയുടെ പേര് പ്രതിമകൾ ഉണ്ടാക്കേണ്ട വിധം. പ്രതിമകൾ ഉണ്ടാക്കേണ്ട വിധം. പ്രതിമകൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ വേണം. ചത്തുകഴിഞ്ഞാൽ ശില്പിക്ക് അളവ് തെറ്റും. ശരിയായില്ല എന്ന് പ്രതിയുടെ, അതിന് ഒരു ബ്രാക്കറ്റുണ്ട്, പ്രതിമയുടെ വിധവ തലയാട്ടിക്കരയും. പ്രതിമകൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ വേണം. ചത്തുകഴിഞ്ഞാൽ ശില്പിക്ക് അളവ് തെറ്റും. ശരിയായില്ല എന്ന് പ്രതിമയുടെ വിധവ തലയാട്ടിക്കരയും. സ്ത്രീകളും ലിംഗം ഭിന്നിക്കപ്പെട്ടവരും മരിക്കുമ്പോൾ പ്രതിമകൾ ഉണ്ടാവാറില്ല. അവരെല്ലാം
കാലാകാലെ പല അളവുകളിൽ മാറ്റിവരയ്ക്കപ്പെട്ട സ്വകാര്യ ത്രിമാന ശില്പങ്ങൾ. ദേവാലയങ്ങളിലും വീടുകളിലും അനങ്ങുന്ന പ്രതിമകളായി നിങ്ങൾ അവരെ കണ്ടിരിക്കും. പ്രതിമകൾ നാറുന്ന ചെളി കൊണ്ടുണ്ടാക്കാം. വെടിമരുന്നാൽ ഭൂമിയുടെ ഇടുപ്പ് പൊട്ടിച്ചെടുത്ത തല ചതയ്ക്കാൻ ഉതകുന്ന കൂർത്തു ഭാരിച്ച കരിങ്കല്ല് കൊണ്ടുണ്ടാക്കാം. തിളച്ചാറ്റിയ വെങ്കലം വളരെ നല്ലതാണ്. അകം പൊള്ളയായ പ്രതിമകൾക്ക് ഉത്തമം. തിളച്ചാറിയ വെങ്കലം വളരെ നല്ലതാണ്. അകം പൊള്ളയായ പ്രതിമകൾക്ക് ഉത്തമം. ഈ കാലഘട്ടമാണ്. ഒന്ന് ഓർത്തോളൂ. കൂടുതൽ രാഷ്ട്രീയം ഞാൻ പറയില്ല, എനിക്കിഷ്ടമല്ല. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. മന്ത്രിയുടെ ഞെട്ടി ഞെട്ടി ചിരിച്ചു ചിരിച്ചു തഴമ്പിച്ച മുഖം പടിഞ്ഞാട്ട് നോക്കി വിരൽ ചൂണ്ടി വലതുകാൽ മുന്നോട്ടാഞ്ചു വേണം. കവിയുടെ കാൽപ്പാടുകൾ മണ്ണിലമർന്ന് വിടർന്നു പോയിരിക്കും. ശ്രദ്ധിക്കണം. വട്ടക്കണ്ണാടിയിൽ ചില്ലുകളില്ലാത്തതിനാൽ കണ്ണുകളുടെ സ്ഥാനത്ത് വട്ടത്തിൽ കുഴിമതിയാവും. സിനിമാ നടൻ്റെ ഗ്ലാമർ വേഷം തിരഞ്ഞെടുക്കുമ്പോൾ തെറ്റരുത്. ചെറുപ്പം തോന്നണം. ഒരു പുരികം കരിങ്കല്ലിലും ഉയർന്നിരിക്കണം. വാച്ചിട്ട കൈ പോക്കറ്റിൽ ഒളിക്കണം. താടിയിൽ താങ്ങി വലത് കൈവിരലുകൾ. പ്രതിമകൾ ഉണ്ടാക്കുന്നവർ കാക്കകളെ ഒരിക്കലും പഴിചാരരുത്. അവർ തൂറാൻ മുട്ടുമ്പോൾ തനിയെ ആസനം തുറന്നു പോകുന്ന സാധുക്കളാണ്. അവർക്ക് ചിറകുകളുണ്ട് എന്നും മറക്കരുത്. ഓർക്കുക, എൻ്റെ കുടുംബത്തും ഒരു പ്രതിമയുണ്ട്. ഗാന്ധി അപ്പൂപ്പൻ്റേതുപോലെ മരണശേഷം നിർമ്മിച്ചതിനാൽ ഇത്തിരി ഊത്ത വയറും വേങ്കോണിപ്പും. എൻ്റെ കുടുംബത്തും ഒരു പ്രതിമയുണ്ട്. ഗാന്ധി അപ്പൂപ്പൻ്റേതുപോലെ മരണശേഷം നിർമ്മിച്ചതിനാൽ ഇത്തിരി ഊത്ത വയറും ഏങ്കോണിപ്പും. പ്രതിമ സ്ഥാപിക്കാനായി ചുറ്റുവട്ടത്തുള്ള വടവൃക്ഷങ്ങളെല്ലാം എണ്ണം തിട്ടപ്പെടുത്തി കൃത്യമായി വെട്ടിക്കളഞ്ഞതിനാൽ പക്ഷികളെല്ലാം അഭയാർത്ഥികൾ. തൂങ്ങിക്കിടക്കുന്ന നീണ്ട കൈയിലെ കരിങ്കൽ പുസ്തകത്തിന് പകരം കൈകൾ രണ്ടും കുരിശിലേക്ക് എന്ന പോലെ വിടർത്തിയിരുന്നെങ്കിൽ കൂടുതൽ പക്ഷികൾക്ക് ചേക്കാറാമായിരുന്നു. ഏറ്റവും വികൃതമായ ഗാന്ധി പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഭാരതത്തിലാണ് എന്നതോർക്കുമ്പോൾ മാത്രം ഒരാശ്വാസം. ഏറ്റവും വികൃതമായ ഗാന്ധി പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഭാരതത്തിലാണ് എന്നതോർക്കുമ്പോൾ മാത്രം ഒരാശ്വാസം. എൻ്റെ പ്രതിമയുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. എൻ്റെ ഗ്രാമത്തിലെ ചേറ് ചുട്ടാൽ നന്ന്. എൻ്റെ തലയ്ക്ക് മുകളിൽ കറുത്ത കാക്കയെയും ചേർത്ത് കൊത്തുക. മറ്റ് സ്വാർത്ഥതകൾക്കും എൻ്റെ അളവുകൾക്കും എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഇത് ഒറ്റടിക്ക് എല്ലാ കവിതകളും I'm so sorry, Les Wicks is from Australia. Is my, we have co-edited anthologies. Les Wicks is a poet from Australia. I make sure that during lunch I will translate the whole thing, okay? I will. അപ്പോൾ ഈ കവിതയെപ്പറ്റി ഞാൻ ഇനി കൂടുതൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി. ഇത് വന്നതാണ്, ഗൂഗിൾ ചെയ്താൽ കാണാം. അപ്പോൾ ഇതാണ് ഞാനൊരു പ്രവാസിയാണ്. വളരെ ദൂരെ. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 4ാമത്തെ ഭൂഖണ്ഡത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ കുറേ നാൾ അമേരിക്കയിലായിരുന്നു. അവിടെയാണ് ഞാൻ ട്രെയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് കുറേ നാൾ ഇംഗ്ലണ്ടിൽ ആയിരുന്നു. അത് കഴിഞ്ഞ് ഹോങ്കോങ്ങിൽ. ഇപ്പോൾ കുറേ നാളായിട്ട് ഓസ്ട്രേലിയ എന്ന രാജ്യത്താണ്. അപ്പോൾ ഈ തൊപ്പി, ഇപ്പോൾ അടൂര് സാർ എന്നോട് പറഞ്ഞു, തൊപ്പി വെച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് കയറരുത്, അതുകൊണ്ട് കയറുന്നില്ല സാർ. പക്ഷെ വെക്കുന്ന ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇങ്ങനെയാണ് ഞാൻ. ഈ തൊപ്പി വെക്കാതെ അവിടെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര ചൂടാണ് അവിടെ. തണുപ്പത്തും സൂര്യതാപം ഏക്കും.
ഈ തൊപ്പിയുടെ കഥ, തൊപ്പി വെച്ചതിൻ്റെ കാരണം ഞാൻ എങ്ങനെ പാളത്തൊപ്പിയിൽ നിന്ന് അക്കുബ്ര എന്ന ഈ ഓസ്ട്രേലിയൻ തൊപ്പിയിലെത്തി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഈ തൊപ്പി മുയലിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയതാണ്. ക്ഷമിക്കണം മൃഗസ്നേഹികളെ, ഞാനും മൃഗത്തെ ഒത്തിരി സ്നേഹിക്കുന്നതാണ്. എനിക്ക് 2 പട്ടികളുണ്ട്. ഈ തൊപ്പിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് മഴയത്തും മഞ്ഞത്തും വെയിലത്തും വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ല, നാറത്തില്ല. ആർക്കെങ്കിലും വന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ പാളത്തൊപ്പി, എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ കുട്ടനാട്ടുകാരനാണ്. തകഴി എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ ഒരു ഗ്രാമമാണ്. അമ്പലപ്പുഴയ്ക്കും ഇപ്പോൾ പാലം വന്നതോടുകൂടി തിരുവല്ലേക്കും എന്ന് പറയും. പണ്ട് ഞങ്ങൾ എടത്തുവ എന്ന് പറയുക, എന്നുവെച്ചാൽ പാലമില്ലായിരുന്നു, നദിയാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ പാളത്തൊപ്പി വെച്ച് നടക്കുന്ന എൻ്റെ അപ്പൂപ്പനെ പൊട്ടിച്ചിരിച്ച് നടക്കുന്ന തകഴി ശിവശങ്കരപ്പിള്ളയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൂപ്പൻ ഈ ആൾക്കാരൊക്കെ വന്നു, വീട്ടുകാരും എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇവരൊക്കെ പറയും, ചിരിക്കും. നിങ്ങളറിയാത്തൊരു തകഴിയുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പാളത്തൊപ്പി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതും അപ്പോൾ അത് ഞങ്ങളെടുത്ത് ഞങ്ങളുടെ തലയിൽ വെക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നത്. അപ്പോൾ പാളത്തൊപ്പി ഉണ്ടാക്കി തരുന്നത്, ക്ഷമിക്കണം, ജാതി പറയാതെ കേരളത്തിൽ ജീവിക്കാൻ ഒക്കില്ല എന്നൊരവസ്ഥയിലാണ് നമ്മൾ. ഇപ്പോൾ അത് എന്നെ, അപ്പോൾ 1974 കഴിഞ്ഞ് 79 കഥകൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ 1998 ആദ്യത്തെ നോവൽ എഴുതുന്നത്, നിശബ്ദതയിലെ തീർത്ഥാടകൻ, എ പിൽഗ്രിം ഓഫ് സൈലൻസ് എന്ന പേര്. DC ബുക്സ്, കറണ്ട് ബുക്സിൻ്റെ സിൽവർ ജൂബിലിയിൽ 8 യുവ നോവലിസ്റ്റുകളെ തിരഞ്ഞെടുത്തിൽ ഒരാളായിരുന്നു ഞാൻ, ഭാഗ്യവാൻ. അതിനു മുമ്പ് അത് സമകാലിക മലയാളത്തിൽ വന്നിരുന്നു. ആ നോവൽ എനിക്ക് തോന്നുന്നില്ല ആരിവിടെ വായിച്ചു. സാറ് വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സാറ് വായിച്ചിട്ടുണ്ട്, മറന്നുപോയതാണ്. ബാക്കി എനിക്ക് ആരും വായിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അതിവിടെ ഉണ്ട്, DC ബുക്സ് സ്റ്റോളിലുണ്ട്, വായിക്കണം. ആ പുസ്തകത്തിൽ ഒരു 6 വയസ്സുകാരൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ 2001 ഞാനൊരു, എൻ്റെ അപ്പൂപ്പൻ 1999 തകഴി ശിവശങ്കരപ്പിള്ള മരിച്ചു. അപ്പോൾ ഞാൻ US അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പെട്ടെന്ന് ഗവൺമെൻറ്റിന് ധൃതിയായിരുന്നു. ഞങ്ങളുടെ കുടുംബം, ശങ്കരമംഗലം എന്നാണ് പേര്, ശങ്കരമംഗലം ഗവൺമെൻറ് ഏറ്റെടുത്തോടുകൂടി എൻ്റെ അമ്മൂമ്മ ജീവിച്ചിരിക്കുന്നു. അവർക്കത് മ്യൂസിയമാക്കാൻ ധൃതി. അപ്പോൾ ശങ്കരമംഗലത്ത് വന്നവർക്കറിയാം, മുന്നിൽ ഇങ്ങനെ കയറി വരുന്ന 2-3 വാതിലുകളുണ്ട്. പക്ഷേ ഈ വീട് പണിതിരിക്കുന്നത് ഒരു ഷേപ്പും ഇല്ല അതിന്. കാരണം ഓരോ മുറിയും പിടിക്കുകയാണ് ചെയ്തത്. പിടിക്കുക എന്ന് ഞങ്ങൾ പറയാം. പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു വെക്കുക. ഒട്ടിച്ചു വെക്കുന്നത് ഓരോ, നിങ്ങൾ ഈ കാണുന്ന ഓരോ നോവലും വിറ്റപ്പോഴാണ്. ചെമ്മീൻ ഒരു മുറി, ചെമ്മീൻ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ അറമേടിക്കുന്നത്. ആദ്യം ഒരു കുടിലായിരുന്നു. ആ കുടിൽ പൊങ്ങിയത്, അറമേടിക്കുന്നത്, ചമ്പക്കുളത്ത് നിന്ന് അറമേടിക്കുന്നത് ചെമ്മീൻ്റെ പണത്തിൽ നിന്നാണ്. അങ്ങനെ അത് അറ വരുന്നു. അറ വന്നപ്പോൾ ചുറ്റിനും അങ്ങനെ ആയിരുന്നു. അറയ്ക്ക് ചുറ്റിനുമാണ് നമ്മൾ മുറി പിടിക്കുന്നത്. അങ്ങനെ പടിഞ്ഞാറേ മുറി വന്നു, തെക്കേ മുറി വന്നു, വടക്കേ മുറി വന്നു, കിഴക്ക്. ഇന്നും ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അമ്മ പറയാം, നീ കിഴക്കേ മുറി കിടന്നു, ഇന്ന് ഞങ്ങളിപ്പുറത്ത് മുറിക്ക് അങ്ങനെ പേരുകളാണ്. ആ വീടിൻ്റെ 2 മുറി എന്നും പറയാം, അനുഭവങ്ങൾ പാളിച്ചുകൾ മുറി എന്ന് പറയാം, ബലൂണുകൾ ഓട് എന്ന് പറയാം. ബലൂണുകൾ കൊണ്ട് ഞാൻ ആസ്ബസ്റ്റോ ഷീറ്റ് ഇടുകയാണ് ചെയ്തത്. അത് ഭയങ്കര ചൂടവിടെ. അങ്ങനെ ഓരോ നോവലിലും പാവം എഴുതി ആണ്. അപ്പം തകഴി പിശുക്കനാണ് എന്ന് പറയുന്ന പലരും ഉണ്ട്. പഴയ ആൾക്കാർ പലരും പറയും പിശുക്കല്ലായിരുന്നു, ജീവിക്കാൻ വേണ്ടി. ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ സ്കൂൾ പഠനവും എൻ്റെ ജീവിതവും എൻ്റെ അമ്മയെ നോക്കിയത് എൻ്റെ അച്ഛനാണ്, അപ്പൂപ്പനാണ്. ആ പേഴ്സണൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. എന്നാലും ഓരോ മാസം അപ്പൂപ്പൻ വരും. ആ മടിക്കൂത്ത് അഴിക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. മടിക്കൂത്ത് ഭയങ്കര ഭദ്രമായിട്ട് ഇങ്ങനെ കെട്ടി മടക്കും. അപ്പോൾ ഈ മുണ്ടിന് താഴെ വരെ ഉള്ളൂ. അത് ഈ പഴയ കുട്ടനാട്ടുകാർ അങ്ങനെ മുണ്ടെടുക്കുന്നത്. അവർ ഈ ഭംഗിക്ക് മുണ്ടെടുക്കുന്നവരല്ല, തോർത്തെടുത്ത ശീലമാണ് അപ്പൂപ്പന്. ആ തോർത്തെടുക്കുന്ന പോലെയാണ് മുണ്ടെടുക്കുന്നത്. അത് മടക്കി കുത്തുന്നത് വലിയ മടക്കി വല്ലപ്പോഴും ഈ ഒത്തിരി ദൂരെ നടക്കുമ്പോഴാണ്. അപ്പം വളരെ വേഗത്തിൽ നടക്കുന്ന ആളാണ്. അപ്പോൾ അമ്മൂമ്മയുടെ ആ അവസ്ഥ, പെട്ടെന്ന് അനാഥമായ കുടുംബത്തിൽ അമ്മൂമ്മ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാനൊരിക്കൽ വരുമ്പോൾ ഇങ്ങനൊരു ഇതേപോലത്തെ ജനലഴികളാണ്. ഒരു ബസ് നിറയെ സ്കൂൾ കുട്ടികൾ വന്നു. ആ സീൻ എനിക്ക് ഒരിക്കലും ഞാൻ അമ്മൂമ്മയുടെ അവിടെ കട്ടിലുണ്ട്, അവിടെ ഇരിക്കുക ഉച്ചയ്ക്ക്. അവർ വന്ന് ഇങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ അമ്മൂമ്മ നോക്കിയപ്പോഴാണ് ഒരു കുട്ടിയുടെ ക്യാമറയുണ്ട്, അതിൽ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്പർ ഇടാത്ത ഒരു കാഴ്ച വസ്തുവായി അമ്മൂമ്മ മാറിക്കഴിഞ്ഞു പെട്ടെന്ന്.
അമ്മമ്മയ്ക്ക് ഒരു വർഷം 1 രൂപ വാടകയായിരുന്നു, ഗവൺമെൻറ് കൊടുക്കണമായിരുന്നു. അത് പുരാവസ്തു വകുപ്പാണ് എടുത്തത്. അതെനിക്ക് ഇന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ട് പുരാവസ്തു വകുപ്പ്, സാംസ്കാരിക വകുപ്പാണ് എടുക്കേണ്ടത്. പക്ഷേ പുരാവസ്തു വകുപ്പ്, അപ്പോൾ അവരുടെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമ വരുന്നത്, കാഴ്ച വസ്തുക്കൾ. അത് കണ്ട ഒരാൾ സാറാണ്, അടൂർ സാർ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രീമിയർ, അതിൻ്റെ ഫസ്റ്റ് ഷോ കലാഭവനിൽ നടന്നപ്പോൾ കാഴ്ച വസ്തുക്കൾ, ദി എക്സിബിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇംഗ്ലീഷ് നോവലാണ് എഴുതിയത്, ഇംപെർമനൻസ്. അതൊരു ബുദ്ധകഥയാണ്. ബുദ്ധ എന്നുവെച്ചാൽ തായ്ലൻഡിൽ നടക്കുന്നൊരു കഥയാണ്. എൻ്റെ ഭാര്യ മലയാളിയല്ല, ഞാൻ മലയാളം വീട്ടിൽ സംസാരിക്കാറില്ല. എൻ്റെ മക്കൾക്കും മലയാളം അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ രണ്ടാമത്തെ സിനിമ വരുന്നത്, പുണ്യം അഹം എന്നൊരു സിനിമ. അത് വലിയ നടന്മാരും പൃഥ്വിരാജായിരുന്നു നായകൻ, സമൃദ്ധാസുനിലെ നെടുമുടി വേണുചേട്ടൻ, ലളിത ചേച്ചി, അങ്ങനെ ഒരു നല്ല ടീമായിരുന്നു. അടൂർ സാർ കണ്ടെത്തിയ MR ഗോപകുമാർ ഒക്കെ ഉണ്ടതിൽ. അപ്പോൾ അത് എല്ലാം 5 വർഷം കൂടുമ്പോഴാണ്. അതുകൊണ്ടാണ് ആർക്കും ഞാൻ ചെയ്തതൊന്നും അറിയത്തില്ല എന്നുള്ളതിന് എൻ്റെ കുറ്റമാണ്, ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇംഗ്ലീഷിലൊരു നോവൽ എഴുതി, ബൊക്കെ ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നതാണ് എൻ്റെ ഏറ്റവും പുതിയ നോവൽ. എൻ്റെ പേര് കടലാസു പക്കികൾ എന്നാണ്. കടലാസു പക്കികൾ, കടലാസു പറവകൾ എന്നാണ് ഞാൻ ആദ്യം പേരിട്ടത്. അത് നമ്മുടെ ഉണ്ണിയാർ എന്നോട് പറഞ്ഞു, പക്കികൾ എന്ത് പറയുന്നു. അപ്പോൾ അതിന് ഇച്ചിരി എനിക്കും അറിയാം പക്കി എന്നുള്ള, ഞാൻ പാലായിലൊക്കെ ജീവിച്ച ആളാണ്, എനിക്കറിയാം. അങ്ങനെ കടലാസ് പക്കികളായി. ഈ പുസ്തകം ആദ്യം വായിക്കുന്നത് നമ്മുടെ സ്വന്തം ഹരീഷാണ്, എസ് ഹരീഷ്. ഹരീഷ് ഒരു 4-5 പേജ് ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല, എൻ്റെ കയ്യിലുണ്ടത്. പുണ്യമഹം പുസ്തകമാക്കിയപ്പോൾ അതിന് അവതാരിക എഴുതിയത് സാറാണ്, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന അടൂർ സാറാണ്. ഈ പുസ്തകത്തിലെ ഇതിൽ ഞാൻ ഇതിൻ്റെ ബ്ലർബ് വായിക്കാം. അപ്പോൾ എൻ്റെ വാക്കുകളല്ലത്. ഒന്നാമത്തേത് ശ്രീ സച്ചിദാനന്ദൻ മാഷ് എഴുതിയതാണ്. അദ്ദേഹം പറയുന്നു, സ്വന്തം മണ്ണിൽ വേരുറപ്പിച്ച് നിന്ന് ദേശത്തേക്കും ലോകത്തേക്കും ശാഖകൾ പടർത്തുന്ന ഒരു വലിയ അനുഭവ ലോകമാണ് രാജ് നായരുടെ കടലാസ് പകികൾ സഹൃദയർക്ക് മുൻപിൽ തുറന്നിടുന്നത്. മസൃണ കാൽപ്പനികതയെ നിരന്തരം വെല്ലുവിളിക്കുന്ന, പ്രേതങ്ങൾക്ക് ജീവൻ വയ്ക്കുകയും ജീവനുള്ളവർ പ്രേതങ്ങളാവുകയും ചെയ്യുന്ന പരുക്കൻ യാഥാർത്ഥ്യത്തിൻ്റെ ഈ ബൃഹത് കഥ അസ്തിത്വത്തിൻ്റെ സകല മാനങ്ങളിലേക്കും പടർന്ന് കയറുന്നു. ഈ ബ്ലർബ് ഒരു കുഴപ്പമായോ എന്ന് എനിക്കിപ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം ഇന്നലെ ഞാൻ അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള പുസ്തകശാലയിൽ പോയി. അപ്പോൾ അവിടെ ഒരു സഹൃദയനൊരു ചെറുപ്പക്കാരൻ കൈവെള്ളം നിറയെ പുസ്തകവുമായിട്ട് നിൽക്കുന്നു. കൈവെള്ളം ഇങ്ങനെ പിടിച്ചിരിക്കുക. പുള്ളി ഞാൻ നടന്ന ആൾക്കാരോട് പറഞ്ഞു, ഞാൻ ക്ഷമിക്കണം, ഇതെന്താണ്? ഓ, ഇതാണിപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന പുസ്തകങ്ങളാണ്. ഓ, ആ ശരി, ഞാൻ ഒന്ന് കാണാമോ? ഓ പിന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്താ? ഇതൊന്നും അത്ര നല്ല പുസ്തകങ്ങളല്ല. അദ്ദേഹം പറയാം, വെളിയിൽ പറയരുത്, ഞാനിപ്പോൾ മൈക്കിൽ കൂടെ പറയാം, ലളിതമായിട്ടുള്ള വായനയ്ക്കുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇതാണ് ആൾക്കാർക്ക് ഇഷ്ടം, ഇതാണ് വിറ്റ് പോകുന്ന പുസ്തകം. ഇത് 13-ാം പതിപ്പ്, ഇത് 23-ാം പതിപ്പ്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു, അത് ശരി. എനിക്കും ഉണ്ടൊരു കുഴപ്പം, എനിക്ക് പല ഇവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഞാൻ ബ്ലർബ് വായിക്കുമ്പോഴേ ഞെട്ടിപ്പോകും. അപ്പം ഞാൻ ചോദിച്ചു, അതേ ആ മോളിൽ ഇരിക്കുന്ന ഈ ചുമന്ന ആ പുസ്തകം, അതിനെപ്പറ്റി എന്ത് പറയുന്നു ഈ സാധനം? പുള്ളി പറഞ്ഞു, അത് ഞാൻ നോക്കട്ടെ. എന്നിട്ട് പുള്ളി അത് വായിച്ചു. ഓ, ഇത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അപ്പോൾ സത്യം, ഇതാണ് ഇതിൻ്റെ കുഴപ്പം, എൻ്റെ കുഴപ്പം. കഴിഞ്ഞ ഞാൻ 1978 മുതൽ മലയാളത്തിൽ എഴുതുന്ന ഒരു എളിയ എഴുത്തുകാരനാണ്. പക്ഷേ അതിലവർക്ക് എന്നെ അറിയാമെന്നുള്ളത് ഇതാണ് കാരണം. പക്ഷേ എനിക്ക് അങ്ങനെ എഴുതാൻ അറിയാൻ വയ്യാതായിപ്പോയി. കാരണം അന്നത്തെ കാലത്തെ ഒരു കുഴപ്പവും കൂടെയാണ്. അതായത് അപ്പൂപ്പൻ അന്നത്തെ വായനാശീലമാണ്. അന്ന് ഞങ്ങൾ വായിച്ചത് സെലക്റ്റീവായിരുന്നു, സമ്മതിച്ചു, വളരെ സെലക്റ്റീവായിരുന്നു. അതൊരു കുഴപ്പമാണ്, എനിക്കറിയാം. പക്ഷേ ഇന്നും അങ്ങനെ ഒന്നാമത്തെ കുഴപ്പം. പിന്നെ മറ്റൊരു കാര്യം, ഈ അന്ന് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനത്തിൽ ഒത്തിരി റെസ്പെക്റ്റ് എന്ന് പറയുന്ന അർത്ഥവും വിലയും ഭാരവും ഉണ്ടായിരുന്നൊരു സംഗതിയാണ്. അങ്ങനെയാണ് ഞങ്ങളെ ശീലിപ്പിച്ചത്.
അപ്പം ഞാനിവിടെ അന്ന് ഒരു കാലഘട്ടത്തിലെ എല്ലാ സാഹിത്യകാരന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, അടുത്തിരുന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പൊയ്മുഖൻ, 2 മുഖങ്ങൾ. അപ്പൂപ്പൻ്റെ മുമ്പിലൊരു മുഖവും പിന്നെ എഴുത്തുകാരൻ എന്നുള്ള മറ്റൊരു മുഖവും എനിക്ക് വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതൊരു ഗുണമായി. ബിക്കോസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജോലി വേറൊരു രീതിയിലുള്ള ജോലിയാണ്, അതിനെന്നെ ഉപകരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ആ ഒരു ഇഫക്റ്റ് ഉണ്ട്. അത് നല്ല കാര്യം. എൻ്റെ ഭാഷയ്ക്ക് വന്നിട്ടില്ല തകഴിയുമായിട്ട്. പക്ഷേ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് തകഴി ഭാഷയിലാണ്. ആ ഒരു കാരണത്താൽ ഞാൻ അടുത്ത ബ്ലർബ് വായിക്കാം. സേതു എന്ന് പറയുന്ന നമ്മളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നു. വേറിട്ടൊരു വായനാനുഭവമായി കടലാസ് പക്കികൾ. കുട്ടനാടൻ മണ്ണൻ്റെ ചൂരും ചുണയും തനിമയുമുണ്ട് ഇതിലെ ഭാഷയിൽ. പൂക്കയതയാർ പശ്ചാത്തലമായ നോവലിൽ പ്രധാന കഥാപാത്രങ്ങളായ ദേവദാസൻ, കൃഷ്ണൻ, ശാന്തമ്മ, പാവനൻ, വേണു, ശശി, പൊന്നമ്മ, ഇതെല്ലാം പ്രധാന കഥാപാത്രങ്ങളാണ്. എന്നിവരോടൊപ്പം കൊറ്റേലി ചെല്ലപ്പൻ എന്ന പ്രേതവും സജീവ സാന്നിധ്യങ്ങളാണ്. സത്യത്തിൽ ഈ കഥയിൽ തനിക്ക് വേണ്ടത്ര റോൾ നേടിയെടുക്കുന്നതിൽ വിജയിക്കുന്നുണ്ട് ചെല്ലപ്പൻ. കരുത്തരായ പെണ്ണുങ്ങൾക്ക് മുമ്പിൽ ദുരന്ത കഥാപാത്രങ്ങളാകുന്നുണ്ട് ഇതിലെ പല ആണുങ്ങളും. പതിറ്റാണ്ടുകൾക്ക് ശേഷം അപ്പൂപ്പനായ തകഴിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രാജ് നായരുടെ ഈ കുട്ടനാടൻ പക്കികൾ. കാരണം ഭാഷ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയോ അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലോ ഒന്നും എൻ്റെ ഇല്ല. അപ്പോൾ ഭാഷയുടെ പ്രാധാന്യം ഞാൻ പറയണം. ഭാഷ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലോക്കൽ, റീജിയണൽ ഭാഷ. നമ്മളെപ്പോലെ ഇന്നലെ ഞാനിവിടെ ഇന്നലെ വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ വന്നത് വിദേശത്ത് നിന്ന്. ഏറ്റവും കൂടുതൽ ഒറ്റ വാക്കാണ് ബഹുസ്വരത, ബഹുസ്വരത, ബഹുസ്വരത. എല്ലാ പ്രാസംഗികരും ഇന്നലെ ഉദ്ഘാടനത്തിന് അത് പറഞ്ഞു. എല്ലാവരും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ പല വാക്കുകളും ഇപ്പോൾ നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന വാക്ക്. അപ്പോൾ വാക്കുകൾക്ക് പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ എൻ്റെ വിശ്വാസം ആ വാക്കുകൾ നമ്മൾ തേടി പിടിക്കുകയാണ്. നമുക്ക് സംഭവിക്കുന്ന, നമ്മളുടെ സമൂഹത്തിൽ ഇന്നത്തെ ഈ ഇന്ത്യ എന്ന രാജ്യത്ത് സംഭവിക്കുന്ന മതപരമായിട്ടുള്ള മാറ്റങ്ങളും ജാതിപരമായുള്ള മാറ്റങ്ങളും സാംസ്കാരിക സാമൂഹികമായുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനം എങ്ങനെ നമുക്ക് പറയാനൊക്കും? ഞാൻ എന്നോടെങ്ങനെ പറയും, നീ എന്നോടെങ്ങനെ പറയും? അതിന് നമ്മൾ വാക്ക് തേടുന്നു. അങ്ങനെ ഇങ്ങനത്തെ വാക്കുകൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കും. മതേതരത്വം എന്ന് പറയുന്ന വാക്ക് കേട്ട് മടുത്തു. കാരണം നമ്മളുടെ ഫ്രസ്ട്രേഷനാണ് അത്. ഞാൻ ഈ വിദേശത്ത് പലയിടത്തും കഴിഞ്ഞ ഒരു വർഷം ഞാൻ US-ലായിരുന്നു. ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വന്ന എൻ്റെ സഹൃദയരുണ്ട്. അവരെന്നോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഫിലഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ നടക്കാൻ പോകുമ്പോൾ പല വീടുകളുടെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ബ്രിങ് ട്രംപ് ബാക്ക്, സേവ് അമേരിക്ക എന്നുള്ള ചെറിയ കടലാസിൽ പ്ലാക്കാർഡ് എഴുതി ഗാർഡനിൽ വെച്ചിട്ട് ഒത്തിരി പേര്. വലത് പക്ഷച്ചിന്ത. അതുപോലെ ജർമ്മനിയിൽ ഇപ്പോൾ നടക്കുന്നത് വളരെ 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 വലതോട്ട് പോവുകയാണ്. നമ്മുടെ 1947 മുമ്പ് 36-ൽ 32-ൽ നടന്ന കാര്യങ്ങൾ നടക്കുകയാണ്. പഴയ ചിഹ്നങ്ങൾ തിരിച്ചു വരുന്നു, പഴയ മുദ്രകൾ തിരിച്ചു വരുന്നു. പഴയ മുദ്രകൾക്ക് ഞാൻ മുദ്ര എന്നുദ്ദേശിച്ചത് ഞാൻ പറയുന്നില്ല, ജാതി തിരിച്ചൊന്നും നിങ്ങൾക്ക് ഐ നോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്ത് വന്നുകൊണ്ട് ഈ എഴുത്ത് അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ കടലാസ് പക്ഷികൾ, അതായത് കടലാസ് പക്ഷികളായി മാറിയിരിക്കുന്നു ഭാരതീയർ. നമുക്ക് ചിറകുണ്ട്, പക്ഷേ കടലാസ് കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മൾ പക്ഷികളാണ്, നമുക്ക് പറക്കാം, പക്ഷേ കടലാസുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഒരു കടലാസ് പക്ഷി എങ്ങനെ പറക്കും എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇങ്ങനെ ചെയ്യണമെന്ന് കൊച്ചിലെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് സംഭവിക്കുന്നത് ഈ നാട്ടിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വെറും ഒരു ചിറകുള്ള, നമ്മുടെ അത്രയും ഭംഗിയുള്ള ചിറകുള്ള സംസ്കാരമില്ല, ഇത്രയും മനോഹരമായ സംസ്കാരമുള്ള ചിറകുകളില്ല. പക്ഷേ അത്തരം ചിറകുകൾ വെച്ച് നമ്മൾ കടലാസ് പക്ഷികളായി മാറിയിരിക്കുന്നു. സമയമുണ്ടല്ലോ അല്ലേ? മണി ഇത്ര, എൻ്റെ വാച്ചില്ല. ഓക്കെ, എനിക്ക് 1 മണി അല്ലേ? ഞാനൊന്ന് ഇതിനകത്ത് ഒരു ഭാഗം വായിക്കാം. ഇതിനകത്ത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പേജ് വായിക്കുന്നത്. ഇതിനകത്ത് വേലുപ്പറയൻ എന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹം പറയണ്ടല്ലോ വേലുപ്പറയൻ. അപ്പോൾ പേരിനോടൊപ്പം അങ്ങനെ പറയൻ എന്ന് കൂട്ടി വിളിച്ച, ഞാൻ എൻ്റെ കൊച്ചുനാളിൽ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട് തഴിയിൽ. എന്നുവെച്ചാൽ അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. അതിൽ ആ പറയൻ ഇല്ലായിരുന്നു, ആ മുഖവും ആ സ്നേഹവും ഒക്കെയാണ്. ചേട്ടാന്ന് പറയുന്നതിന് വേലുപ്പറയാന്ന് ഞാനൊരിക്കൽ
ഒരു വേലിപ്പറയനെ ചേട്ടാന്ന് വിളിച്ചതിന് എൻ്റെ വീടിന് തകഴിയുടെ ഈ ശങ്കരമംഗലത്തിന് ഓപ്പോസിറ്റുള്ള വീട്ടിലെ അമ്മൂമ്മ മുലയൊക്കെ ഇങ്ങനെ കാണിച്ച് ഷർട്ട് എടുത്ത് അവർ മുകളിലൊന്നും ഇടില്ല, ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നത്. ഒരു നല്ല സ്വർണ്ണമാലയുണ്ട്, കാതിൽ ഇതൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അവർ എന്നൊരു ആട്ടാട്ടി, ഇത് കൂടെ ഞാൻ ആട്ടുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കൊച്ചു പയ്യനാ, 6-7 വയസ്സേ ഉള്ളൂ. എന്തുവാടാ നീ വിളിച്ചേ, ഇവിടെ വന്നേ, നീ എന്തിനാ അവനെ അങ്ങനെ വിളിച്ചത്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം അത്ര ദൂരമല്ല, ഞാൻ അത്ര പ്രായമുള്ള ആളല്ല. അപ്പോൾ ഇതൊന്ന് കേട്ടോളൂ. വേലിപ്പറയൻ്റെ 2 കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഇന്നലെയും നാളെയും വേലിപ്പറയനുണ്ടോ? ഒരു മനസ്സിലേക്ക് എത്രട്ടം വരെ പോകാം? അമ്മയുടെ മനസ്സിലേക്ക്, അച്ഛൻ്റെ മനസ്സിലേക്ക്, കാമുകൻ്റെ മനസ്സിലേക്ക്, ഭാര്യയുടെ മനസ്സിലേക്ക്, മകളുടെ, മകൻ്റെ, വേലിപ്പറയൻ്റെ മനസ്സിലേക്ക്. മുഴുവിപ്പിക്കാനാവാത്ത അറിവാണ് ഇന്നലേക്കും ഇന്നിനും നാളേക്കും ആധാരം. അതിൽ ഇന്നലെയും നാളെയും കുറച്ചാൽ പിന്നെ മിച്ചം ഒത്തിരിയില്ല. അപ്പോൾ ഏതോ ഒരു വേലിപ്പറയനെ അറിയാൻ എളുപ്പമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് ആ വലിയ മനസ്സുള്ള മനുഷ്യൻ പറയൻ എന്ന് കൂട്ടിവിളിക്കപ്പെടുന്ന കറുത്ത കുറിയ ഭൂമിയുടെ മകൻ ജീവിച്ചത്. ഒരിക്കലും അറിയണം എന്നാഗ്രഹിക്കാത്ത ഒരു ലോകം നിയമം കൊണ്ടിട്ട് കൊടുത്തു അയാളുടെ മുന്നിൽ. സംഭവിച്ചത്, അദ്ദേഹത്തിനെ ഒരു കൊലപാതകിയായിട്ട് ചിത്രീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൊഴുത്തിൽ ഒരു മൃതദേഹം, നഗ്നനായ ഒരു മനുഷ്യൻ്റെ മൃതദേഹം വരികയും പോലീസ് തമ്പ്രാൻ വന്നപ്പോൾ വിലങ്ങ് വെക്കണമെന്ന് പറഞ്ഞു കൈ നീട്ടിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അറിയണം എന്നാഗ്രഹിക്കാത്തൊരു ലോകം നിയമം കൊണ്ടിട്ട് കൊടുത്തു അയാളുടെ മുന്നിൽ. ഷർട്ടിടിയിച്ചു, ചിട്ടകൾ പഠിപ്പിച്ചു, ശിക്ഷകൾ നൽകി, നോവിപ്പിച്ചു ശരീരത്തെയും മനസ്സിനെയും. ചൂരലുകൊണ്ട് മിണ്ടാപ്രാണികളെ എപ്പോഴും തല്ലിച്ചതച്ചിരുന്നു വേലിപ്പറയൻ. എന്തുകൊണ്ട് എന്ന് ആരും ചിന്തിച്ചിരിക്കില്ല. അത് മനുഷ്യത്വമില്ലായ്മ ആയി സമൂഹം കണ്ടു. ശീലം കണ്ടു പഠിക്കുന്നതാണ്. ആർക്ക് വേണ്ടപ്പം ആരെ തല്ലാം. തൻ്റെ അപ്പൂപ്പനെ തമ്പ്രാൻ പൊതിരെ തല്ലുന്നത് കണ്ടു വളർന്നവനാണ് വേലിപ്പറയൻ. അക്കാലം പെട്ടെന്നങ്ങ് അവസാനിച്ചതല്ല, പതുക്കെ മാറ്റിമറിക്കപ്പെടുകയായിരുന്നു. പറയാൻ ആഗ്രഹിക്കാത്ത കഴിഞ്ഞ കാര്യങ്ങൾ എന്ന പട്ടികയിൽപ്പെടുത്തി മനുഷ്യർ. തറയിൽ വിരിഞ്ഞു കിടന്നിരുന്ന തഴപ്പായയിൽ പിന്നീട് എപ്പോഴോ പൊന്നമ്മയുടെ അമ്മ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങിപ്പോയി. അവർക്ക് ചാരെ ഇത്തിരി മാറി തലയ്ക്ക് വിളക്കും കത്തിച്ച് വേലിപ്പറയനും കിടന്നു. തോർത്ത് തലവഴി പുതച്ച് താടിയെല്ലിനടിയിൽ കെട്ടി ബലിഷ്ഠമായ കറുത്ത കൈകൾ നെഞ്ചിൽ കോർത്ത് കാലുകൾ കോർത്തിണക്കി മലർന്നു കിടന്നു വേലിപ്പറയൻ. വിളക്ക് കെട്ടില്ല. ആ നിലാവ് തിന്ന് രാത്രി മുഴുവൻ ആ തിരി കത്തി നിന്നു. ഏതോ കാലൻ കോഴി കൂവി. പൊന്നമ്മയുടെ അമ്മ ഞെട്ടി ഉണർന്നു. പകൽ നിറങ്ങൾ പരത്തിക്കഴിഞ്ഞിരുന്നു. വേലിപ്പറയനെ പോലെ മണ്ണുമായി പോരാടി കുടിലിനടിയിൽ താമസക്കാരായ ഉറുമ്പുകൾ ഉറങ്ങിയിരുന്നില്ല. അവരിലൊരാൾ മറ്റൊരാളെ ഉണർത്തി ജാഥയായി അവർ പുറപ്പെട്ടിരുന്നു. ഒരു നീണ്ട വഴി പോലെ അവർ വേലിപ്പറയൻ്റെ തോളിലൂടെ പിടലി വഴി രോമക്കാടുകൾ വലിഞ്ഞു കയറി അയാളുടെ വലതുമൂക്കിലേക്ക് അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. സുഖമരണം, ക്ഷമിക്കണം, പറയനെ ചേട്ടാന്ന് വിളിച്ച് എനിക്ക് തെറി കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ രാജ്യം അങ്ങനെയാണ്. നമ്മളെ മാറ്റാൻ. കൊച്ചിലെ എൻ്റെ ഗ്രാമത്തിൽ ചായക്കടയിലെയും ചാരായക്കടയിലും മുറുക്കാങ്കടയിൽ ചുണ്ണാമ്പ് കൊണ്ട് എഴുതി വെച്ചിരുന്നു രാഷ്ട്രീയം പറയരുത് എന്ന്. കാരണം അന്നത്തെ രാഷ്ട്രീയം കൊച്ചു രാഷ്ട്രീയമായിരുന്നു, പേനാക്കത്തിയക്കാരെ വെച്ചുകൊണ്ടുള്ള അങ്ങോട്ട്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് നമുക്ക് രാഷ്ട്രീയം പറഞ്ഞേ മതിയാവൂ. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, ഞാൻ എഴുതിയിട്ടുണ്ട്, വായിക്കുക. ബിക്കോസ് എനിക്ക് ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നായകന്മാരും ഒക്കെ അവർ പറയേണ്ടതെല്ലാം പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ എഴുത്ത്, ഇതാണ് എൻ്റെ തകഴി.
സമ്മതിച്ചു. തകഴി ശിവശങ്കരപ്പിള്ളയുടേതാണ്, തകഴി എൻ്റെയുമാണ്. വളരെ വളരെ നന്ദി. നിങ്ങളെല്ലാം ഇവിടെ വന്നിരുന്നത് എന്നെ കേട്ടതിനും എൻ്റെ എഴുത്തിനെ കേട്ടതിനും ഇവിടെ എന്നെ ക്ഷണിച്ചതിനും പ്രിയപ്പെട്ട ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ വന്ന് എൻ്റെ ഈ വർത്തമാനം കേട്ടതും, അദ്ദേഹം ഒത്തിരി ഇത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഫോണിൽ ഒത്തിരി നേരം സംസാരിക്കുന്നതാണ്. Leswick's, thank you so very much for coming. Even though he understood not a single word, he sat there listening to me. I appreciate. അതാണ് വേണ്ടത്. ഇന്നലെയും പറഞ്ഞു, ഭാഷയല്ല, നമുക്ക് ഒരേ ഭാഷയില്ല, നമ്മളെ യോജിപ്പിക്കുന്ന ഒരു ഭാഷയില്ല. ബഹുസ്വരത എന്ന് പറഞ്ഞ ആ വാക്കിന് വളരെ അർത്ഥമുള്ള ഒരു സമയമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. എനിക്കാവുന്നത് ഞാൻ 5000 കിലോമീറ്റർ ദൂരെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നെ വായിക്കണം എന്ന് മാത്രം ഒരു അപേക്ഷയുണ്ട്. വായനക്കാർ ആണ് ചിന്തകർ, ഞാനല്ല. എൻ്റെ മനസ്സിലോട്ട് ഇവർ കയറി വരുന്നതാണ്. വായനക്കാരാണ് ചിന്തകർ, അവരാണ് ചിന്തിക്കേണ്ടത്. അവർ ചിന്തിച്ചാലേ മാസ് ചിന്തിക്കുകയുള്ളൂ. എത്ര എഴുത്തുകാരുണ്ട്, അതുപോലല്ലല്ലോ എത്ര വായനക്കാരുണ്ട്. എന്നും വായനക്കാരാണ് കൂടുതൽ, എഴുത്തുകാരല്ല. സാറിൻ്റെ സിനിമകളൊക്കെ ഇന്നും നമുക്ക് പ്രസക്തമാണ്. ഇന്നും പ്രസക്തമാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചിത്രങ്ങൾ. കാണൂ, പോയി കാണൂ, ഒന്നുകൂടെ കാണൂ പ്ലീസ്. അതാണ് പ്രസക്തി, മനസ്സിലായോ? ഈ നമ്മൾ എൻ്റെ സുഹൃത്തിൽ നിന്ന് ഞാൻ കണ്ട 5-6 പുസ്തകങ്ങൾ കൈ പിടിച്ചിട്ട് അതെല്ലാം വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളാണ്, ലൈറ്റ് റീഡിംഗ് ആണ് എന്ന് പറഞ്ഞ് അതല്ല വായിക്കേണ്ടത്. അത് വായിച്ച് നിങ്ങൾ സമയം കളയുകയും അത് താഴോട്ടിടുകയാണ്, അത് തീർന്നു. അതല്ല വേണ്ടത്, മനസ്സിലായില്ലേ? വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്ന പുസ്തകങ്ങളിലാണ് സാഹിത്യം ഇരിക്കുന്നത്. അതെനിക്ക് പറയാൻ സങ്കടമില്ല. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നെ ക്ഷണിച്ച കേരള സാഹിത്യ അക്കാദമിക്കും ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഭാരവാഹികളും ശ്രീ സച്ചിദാനന്ദൻ മാഷിനും എല്ലാവർക്കും പേരെടുത്ത് പറയാൻ ഒത്തിരി പേരുണ്ട്. വളരെ വളരെ നന്ദി എനിക്ക് ഈ 40 മിനിറ്റ് ഇവിടെ സംസാരിക്കാൻ തന്നതിൽ. വളരെ നന്ദി, നമസ്കാരം, സന്തോഷം. ഇതിനേക്കാളും ഒത്തിരിയൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. 20% ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യമായിട്ടൊരു നോവലിസ്റ്റ് കേൾക്കുകയാണ്. ബ്ലർബുകൾ സാധാരണഗതിയിൽ ഈ പുസ്തകത്തിൻ്റെ സെല്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ താങ്കളാണ് ആദ്യമായിട്ട് റിവീൽ ചെയ്യുന്നത് ഇത് നെഗറ്റീവായിട്ടും ബ്ലർസ് മാറാമെന്ന്. വേറൊന്ന്, ആ സ്റ്റാച്ചു കവിത കേട്ടപ്പോൾ സിനിമയിലുള്ള താങ്കൾ സിനിമയിൽ കൂടെ ഉള്ളത് കൊണ്ട് പറയുകയാണ്. ആന്ദ്രേ തർക്കോസ്കിയുടെ ഒരു സിനിമയുടെ ടൈറ്റിൽ കാലത്തിൽ കൊത്തിവെച്ച ശില്പങ്ങൾ, സ്കൾപ്റ്റിംഗ് ഇൻ ടൈം എന്നാണ് സിനിമയെ പറ്റി അദ്ദേഹം പറയുന്നത്. അപ്പോൾ താങ്കളുടെ കവിത കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദേശാന്തര ഗമനത്തിൽ കൊത്തിവെച്ച, ഡയസ്പോറയിൽ കൊത്തിവെച്ച ശില്പങ്ങൾ എന്ന് പറയാൻ തോന്നും. പ്രത്യേകിച്ച് ആ കടലാസ് പക്ഷിയൊക്കെ പറക്കാൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അത് ഞാൻ ഒരു കോട്ട് പറയാം. വെൻ എക്സലൻസ് ബിക്കംസ് മീഡിയോക്കർ, മീഡിയോക്രിറ്റി ബിക്കംസ് എക്സലൻസ്, എവൻച്വലി മീഡിയോക്രിറ്റി ബിക്കംസ് എക്സലൻസ്. വളരെ ലൈറ്റ് റീഡിങ്ങിലുള്ള പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ മീഡിയോക്കറായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ വല്ലാത്തൊരു മെസ്സേജാണ് താങ്കൾ കൺവേ ചെയ്തത്. നമ്മളെല്ലാവരും ലൈറ്റ് റീഡിങ്ങിൻ്റെ പുറകെ പോയി നമ്മൾ എക്സലൻസ് എന്ന് പറഞ്ഞാൽ മീഡിയോക്രിറ്റി എന്ന് നമ്മൾ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അത് വല്ലാത്തൊരു പോയിൻ്ററാണ്. പിന്നെ ഉള്ളത്, അല്ല ഞാൻ പറഞ്ഞില്ലേ, ഡയസ്പോറിക് ശില്പങ്ങൾ അല്ലെങ്കിൽ ഡയസ്പോറയിൽ കൊത്തിവെച്ച സ്കൾപ്ചറാണ് താങ്കളുടെ ആ കവിത എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് വേറൊന്ന് താങ്കൾ റിവീൽ ചെയ്തു. താങ്കൾ ഒരുപാട് ദേശങ്ങൾ ഗമനം ചെയ്ത ആളാണ്. ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഗാന്ധി പ്രതിമകൾ ഇന്ത്യയിലാണ്. അത് വളരെ താങ്കൾ ആ റെവലേഷനിൽ എത്തിയത് താങ്കൾ ഒരു ഡയസ്പോറ ആയതുകൊണ്ട് തന്നെയാണ്. അത് താങ്കൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളത്. താങ്ക് യു. വളരെ വളരെ താങ്ക് യു. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞത് കൺവേ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും. അതിനപ്പുറം ഇല്ലല്ലോ. ഒരാളൊരു മൈക്കും പിടിച്ച് സംസാരിക്കുമ്പം കേട്ടവർക്ക് മനസ്സിലായില്ല, പിന്നെന്ത് കാര്യം. വളരെ നന്ദി. സത്യമാണ്, ആ ഗാന്ധിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ലിറ്ററലിയും അല്ലാതെയും മെറ്റഫോറിക്കലിയും സത്യമാണ്. ബിക്കോസ് സത്യമാണ്. അപ്പം നമ്മളതിനെ എത്ര കെയർ എടുക്കുന്നു എന്നുള്ളതും, അത് മാത്രമല്ല അതിൻ്റെ ഈ ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ അതിനൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചതും. മൂന്നാമത്തെ കാര്യം. വളരെ നന്ദി. വേറൊരു കാര്യം താങ്കൾ പറഞ്ഞത് തകഴിയുടെ ജെയിംലൈൻ മാത്രമേ താങ്കൾ ഉൾക്കൊണ്ടിട്ടുള്ളൂ. തകഴിയുടെ ശില്പ ഭംഗി താങ്കൾ മിമിക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതൊന്ന് വിശദീകരിക്കും. അല്ലെങ്കിൽ അത് വേണ്ടേ, ഞാൻ ഇൻഡിവിജ്വാലിറ്റി വേണ്ടേ. ഇപ്പം ഞാൻ തകഴിയെ പോലെ നിങ്ങൾക്ക് എന്ത് അവിടെ 600-നപ്പുറം കഥകളും 40 നോവലും എഴുതിയൊരു മനുഷ്യനെ പറ്റി അദ്ദേഹത്തിൻ്റെ എവിടെ പോകാൻ എനിക്കത് എൻ്റെ
സത്യം പറഞ്ഞാൽ അപ്പൂപ്പൻ തന്ന ഒരു ജീനിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോലെ എഴുതാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതുതന്നെ എൻ്റെ എൻ്റെ പുണ്യവും അതിൻ്റെ ഓപ്പോസിറ്റും ഭാഗ്യവും. ഓക്കെ. സംസാരിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ട് സംസാരിക്കണം. ഞാൻ താഴെയുണ്ട്, നമുക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ പറയാനുള്ളതേ ഉള്ളൂ. വളരെ നന്ദി. ഈ വായിക്കണം, കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. സാറ് വീണ്ടും ഞാൻ അടൂർ സാറിനോട് പറയാം, എന്നെ എപ്പോഴും സമാധാനിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. സാരമില്ല, എന്നെ എല്ലാവരും മറന്നു പോകും. ഞാൻ 5 വർഷം കൂടുമ്പോൾ ഒരു സിനിമയും കൊണ്ടുവരും, അതെടുക്കും, എല്ലായിടത്തും പോവും. വീണ്ടും 5-6 വർഷം ഞാൻ ഒന്നും മിണ്ടാതിരിക്കും, എല്ലാവരും മറന്നു പോകുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സത്യം. ഇതുപോലെ വിസ്ഡം, ഇത്രയും ദൈവമേ, വിസ്ഡം എന്ന് പറയുന്ന വാക്കാണ് ആയിരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഞങ്ങൾ ഫോണിൽ 2-3 മണിക്കൂർ സംസാരിക്കും. ഇതുപോലെ എന്തൊക്കെയാ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഓറൽ ട്രഡീഷൻ പോകുന്നു. ഓറൽ ട്രഡീഷൻ. എൻ്റെ അമ്മൂമ്മയുടെ തഴിയിലുള്ള ഗ്രാമത്തിലുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് ഇതിനകത്തുണ്ട്. കൃഷ്ണൻ്റെ അമ്മ എന്നൊരു കഥാപാത്രമുണ്ട് ഇതിൽ. അവർക്ക് പേരില്ല, കൃഷ്ണൻ്റെ അമ്മ. അവർ പറഞ്ഞതാണ് ഈ നോവൽ ആയിട്ടാണ് വരുന്നത്. ഒരു അരിവാൾ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ. അവർ മരിക്കുമ്പോൾ ആ അരിവാൾ ചിതയിൽ വെക്കുന്നു, എന്നിട്ട് അത് കത്തിക്കരിഞ്ഞ് പോകുന്നില്ല. ഒരു അരിവാൾ അത് ഇതിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ബിംബങ്ങൾ ഇത് വായിച്ച് രണ്ടാമതും കൂടെ വായിച്ചിട്ട് വേണം ആരെങ്കിലും എന്നെ ബന്ധപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ 3-4 വർഷം കൂടുമ്പോഴേ ഞാൻ നാട്ടിൽ വരുന്നുള്ളൂ എന്നുള്ളൊരു. എനിക്കും തകഴിയിലൊരു ഭൂമിയുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ അപ്പൂപ്പൻ്റെ പ്രതിമയുടെയും വീടിൻ്റെ മ്യൂസിയത്തിൻ്റെ പുറകിൽ 10 സെൻറ്റ് സ്ഥലം എനിക്കുണ്ട്. മിക്കവാറും എൻ്റെ ചാരം വിതറാനൊരു ഭൂമിയുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നോട് ഹരീഷ് ആദ്യം പറഞ്ഞത്, സാർ നാട് വീട്ടിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞൊരു 35 വർഷം കഴിഞ്ഞു. ശരിക്കും ഞാൻ കരിമാടിയിലിരുന്ന് എഴുതിയ പോലെ ഉണ്ടല്ലോ. അത് ജനിതകമാണ്, ഭാഷ. സോ വളരെ വളരെ നന്ദി കേട്ടതിനും, ക്ഷമയോടെ കേട്ടതിനും, അത് ഞാൻ പറഞ്ഞതും മനസ്സിലാക്കിയതിനും നന്ദി. പുസ്തകം വാങ്ങിക്കണം, വായിക്കണം. നന്ദി. രാജ്നായർ, ഞാൻ ഗോവിന്ദനുണ്ണി. താങ്കളുടെ കവിത വളരെ നന്നായി. അത് സച്ചിദാനന്ദൻ്റെ പ്രതിമകൾ എന്നൊരു കവിത ഉണ്ട്. അത് പീഡനകാലത്തിലൊക്കെ വന്നതാണ് തോന്നുന്നു. അതുമായിട്ട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നു. വായിച്ചിട്ടുണ്ടോ ആ കവിത സച്ചിദാനന്ദൻ്റെ? ഭാഗ്യം കൊണ്ട് ഞാൻ വായിച്ചിട്ടില്ല. മരിക്കുക എന്നാൽ പ്രതിമയാവുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. ആ കവിത ഇത് തമ്മിൽ രണ്ടും 2 തരത്തിലാണ്. പക്ഷെ അത് രണ്ടും ചേർത്തൊന്ന് വായിക്കേണ്ടതാണ് ആരെങ്കിലും എന്ന് തോന്നുന്നു. വളരെ നന്ദി. അല്ല, പ്രതിമകൾ എന്ന് പറയുന്ന ഒരു ബിംബം എത്രയോ ആൾക്കാർ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എൻ ഇമേജ് യു ക്യാൻ യൂസ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്ന ലോകത്ത്? പ്രതിമകളെ മുറിച്ച് കളയുക എന്ന് പറയുന്ന ഒരു ഹോബിയാണ്. ഇന്നലെ 26-ാം തീയതി ഓസ്ട്രേലിയ ഡേ ആയിരുന്നു, വെള്ളിയാഴ്ച. അവിടെ പ്രതിമകൾ വീണോണ്ടേയിരിക്കുക, മുറിച്ച് കളയുക. ഈ ഉള്ളുപൊള്ളയായ വെങ്കല പ്രതിമകൾ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പൊക്കമുള്ള പ്രതിമകൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും പൊക്കമുള്ള പ്രതിമകൾ വാശിക്ക പ്രതിമ മുകളിലോട്ട് പോവുകയാണ്, പൊള്ളയായ പ്രതിമകൾ. ഇതിനെ മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. 26 ഇപ്പോൾ ഓസ്ട്രേലിയ ഡേ എന്ന് ഞങ്ങൾ വിളിക്കാറില്ല, അത് മാറി. അതിനെ ബിക്കോസ് ഓസ്ട്രേലിയൻ ഇൻഡിജീനസിനെ അവഹേളിക്കുന്ന ഒരു സംഗതി ആയതിനാൽ ഇത് മാറ്റുകയും ഞങ്ങൾക്ക് മറ്റ് ഫ്ലാഗുകളുണ്ട്. എൻ്റെ തൊപ്പിയിൽ ഒരു ഫ്ലാഗുണ്ട്. ആ ഫ്ലാഗ് ഇൻഡിജീനസ് ഫ്ലാഗാണ്, മറ്റേ ബ്രിട്ടീഷ് ഫ്ലാഗ് അല്ല, ഈ സ്വർണ്ണത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഞാൻ എൻ്റേതായിട്ട് ഞാൻ ആ ഫ്ലാഗ് എടുത്ത് എൻ്റെ തൊപ്പി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെച്ച് നടക്കുമ്പോൾ ആൾക്കാർക്കറിയാം ഞാൻ ആരെ. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എഴുതിയിരിക്കുന്നത് അവരുടെ രാജ്യത്തിൻ്റെ പേരാണ്, യുഗുംബ എന്ന് പറയുന്ന സ്ഥലം, അല്ലാതെ ബ്രിസ്ബൻ എന്നല്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ നോക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ പ്രതിമ എന്ന് പറയുന്നത് ഒരു ബിംബം മുറിച്ച് കളയുന്നത്. ഇപ്പോൾ ഇത്രയും ഭംഗിയുള്ള പ്രതിമകളൊക്കെ എത്രയോ ഞാൻ പറയുന്നില്ല, ലിസ്റ്റ് പറയുന്നില്ല, അറിയാമല്ലോ ലോകം മുഴുവൻ. അമേരിക്കയിൽ കോൺഫെഡറേറ്റ് പ്രതിമകൾ താഴെ വീഴുന്നു. ജെയിംസ് കുക്കിൻ്റെ പ്രതിമയാണ് 26-ാം തീയതി മുറിച്ച് കളഞ്ഞത്. ഗൂഗിൾ ചെയ്താൽ കാണാം. അപ്പോൾ ബിംബമാണ്. താങ്ക് യു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ 2 കവിതകളും 2 തരത്തിലുള്ള കവിതകളാണ്, 2 നിലയ്ക്കുള്ള കവിതകളാണ്, ഒരേപോലെയുള്ള കവിതകളല്ല. ഇപ്പം സച്ചിദാനന്ദൻ്റെ കവിതയും താങ്കളുടെ കവിതയും ഒരേപോലെയുള്ളതല്ല. പക്ഷെ അത് രണ്ടും കൂടി ഒരുമിച്ചൊന്ന് വായിക്കുന്നത് ഒരു പ്രത്യേക രസമുണ്ടാക്കും, ഒരു പ്രത്യേക ഇതുണ്ടാക്കും. കാരണം നിങ്ങളുടെ കവിത കുറച്ചുകൂടി മുന്നിലേക്ക് ഇങ്ങനെ വേറെ എങ്ങോട്ടോ സഞ്ചരിച്ച് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അത് വളരെ വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ കവിതയായിട്ട് എൻ്റെ കവിതയെ ഒട്ടിച്ചു വെച്ചതിൽ മഹാഭാഗ്യം, സന്തോഷം. അദ്ദേഹമാണ് ആദ്യം വായിച്ചത് ഈ കവിത. ഞാൻ അയച്ചു കൊടുത്ത് വാട്സാപ്പിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ്. വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം.